Hello friends, welcome back to our channel. അപ്പോൾ നമ്മളിലെ മിക്ക ആൾക്കാരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഹെയർ സ്പാ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ എന്നെ പോലെ ഇപ്പോൾ പോകാനൊന്നും പറ്റില്ല, അങ്ങനെ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വെറും 10 മിനിറ്റിൽ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും ഹെയർ സ്പാ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ന്യൂഡിന്റെ ഒരു ഹെയർ സ്പാ കിറ്റ് ആണ് കേട്ടോ. ഇത് 10 minute ഡേ DIY അഡ്വാൻസ്ഡ് ഹെയർ സ്പാ കിറ്റ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പാക്കറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഒരുമിച്ച് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ചേഞ്ച് എന്നുള്ളത് എനിക്കും അറിയില്ല. ഇപ്പൊ എന്റെ മുടി എന്താ പറയാ, നമ്മൾ എണ്ണയൊക്കെ തേച്ച് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷമുള്ള ഒരു കെയർ ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. സ്പാ ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് സ്പാ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഡിഫറൻസ് എന്നുള്ളത് അറിയാലോ. മുടി അടിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ബാക്ക് സൈഡിൽ ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റെപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് സ്ക്രബാണ്, പിന്നെ സെക്കൻഡ് വൺ ഷാംപൂ, പിന്നെ തേർഡ് കണ്ടീഷണർ, പിന്നെ ഫോർത്ത് സിറം. ഇങ്ങനെയാണ് ഇത് വരുന്നത് ഈ ഒരു കിറ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പാർലറിലൊക്കെ പോയിട്ട് ഒരു ഹെയർ സ്പാ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 500 രൂപയുടെ മേലെ ആവുമല്ലോ. നമുക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും 353 രൂപയാണ് കേട്ടോ. 353 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. അപ്പൊ ഇത് നമുക്ക് ആമസോണിലും അതുപോലെ അവരുടെ വെബ്സൈറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുക്കാം. എന്തായാലും ആരും നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം, എത്രത്തോളം നല്ലതാണ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് മെയിനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പൊ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാനും യൂസ് ചെയ്യാനും ഒക്കെ. അപ്പൊ ഇത് ഇങ്ങനത്തെ പാക്കേജിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ 4 പാക്കറ്റ്സ് ആണ് വരുന്നത്. 4 എണ്ണം ഉണ്ട്. സിറം, കണ്ടീഷണർ, ഷാംപൂ, പിന്നെ സ്ക്രബ്. അപ്പൊ ഞാൻ എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്കൊന്ന് വെറ്റ് ആക്കണം കേട്ടോ. വെറ്റായ ഹെയറിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് ഇപ്പൊ എൻ്റെ ഒരു ഹെയറിന്റെ ടെക്സ്ചർ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെയ്തിട്ട് എന്താണ് ചേഞ്ച് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടോ? അപ്പൊ ഞാനിപ്പോ എൻ്റെ ഹെയർ ഇതാ വെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നനവുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ നനവോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്, ഹെയർ സ്കാൽപ് സ്ക്രബ്. അപ്പൊ ഇത് നമ്മൾ 3 മിനിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രബ്. നല്ല കോഫിയുടെ ഒക്കെ ഒരു മണം. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലാണ് സ്ക്രബ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനാണ് പറയുന്നത്. അവരൊരു 3 മിനിറ്റ്സ് സ്ക്രബ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വേഗത്തിൽ ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ നീച്ചോട്ടൻ ഉറക്കാണ്. അപ്പൊ ഞാൻ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ എൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഒരു 3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 മിനിറ്റ് ഇപ്പൊ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ, സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ തല വാഷ് ചെയ്ത് വന്നു കേട്ടോ, കഴുകി വന്നിട്ടുണ്ട് വെള്ളം. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയാ, ഹെയർ സ്പാ ഷാംപൂ ആണ് കേട്ടോ.
ഇതൊക്കെ നമുക്ക് ഒറ്റ യൂസിന് ഒറ്റ വട്ടം ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കിറ്റാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മസാജ് ഓൺ വെറ്റ് ഹെയർ ആൻഡ് സ്കാൽപ്പ് ടു വർക്ക് അപ്പ് എ റിച്ച് ലാദർ ഫ്രം റൂട്ട്സ് ടു ദി ടിപ്സ് thoroughly. സാധാരണ നമ്മൾ ഷാമ്പു ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുടിയുടെ ഈ ഭാഗം തൊട്ടിട്ട് എന്താ പറയുക അടി വരെ നമ്മൾ ഷാമ്പു ചെയ്യില്ലേ, നമ്മൾ അതുപോലെ ഷാമ്പു ചെയ്യുക. ഒരു ഫോം, അതായത് പത വരില്ലേ, അത് ഫോം ചെയ്യുന്നവരെ നമ്മൾ ഷാമ്പു ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് നമുക്ക് എന്താ പറയാ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒരു 3 മിനിറ്റാണ് കേട്ടോ. 3 മിനിറ്റ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ സ്പാ കണ്ടീഷണർ ആണ് കേട്ടോ. അപ്പം അത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, നല്ല മണമാണ് കേട്ടോ, എല്ലാത്തിനും നല്ല മണമാണ്. അപ്പം ഇത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഹെയർ ലെങ്ത്തിൽ ഫുൾ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഹെയറിൻ്റെ ടിപ്പിലും. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നോർമൽ നമ്മൾ കണ്ടീഷണറൊക്കെ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കേട്ടോ. ഇതിങ്ങനെ കണ്ടീഷണർ ഇട്ടതിന് ശേഷം നമ്മളൊരു 3 സെക്കൻഡ്സ് നമ്മളിങ്ങനെ ഇത് വെക്കണം. അതിനുശേഷം നമ്മൾ കഴുകി കളയാം. ഓക്കെ, അപ്പം ഞാനൊരു 3 സെക്കൻഡ്സ് ഇനി വെയിറ്റ് ചെയ്തിട്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് അപ്പം ഞാനിപ്പോൾ കണ്ടീഷണർ ഇട്ടതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക കുറച്ചൊന്ന് ഡ്രൈ ആക്കി, എന്നാൽ കംപ്ലീറ്റ്ലി ഡ്രൈ അല്ല. അപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആവരുത് കേട്ടോ. അതിന് ഡ്രൈ ആവാതെ വേണം നമ്മൾ ഈ ഒരു സിറം, ഹെയർ സിറം കൂടിയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പം ഇപ്പം തന്നെ നല്ല എന്താ പറയുക ഉണങ്ങുന്തോറും നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു സോഫ്റ്റ്നെസ്സും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എന്താ പറയുക സലൂണിലൊക്കെ പോയിട്ട് ചെയ്യുന്ന അതേ ഒരു എന്താ പറയുക സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ ഡ്രൈ ആയതിനു ശേഷം കാണിച്ചു തരാം. അപ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ക്ലിയർ ആയിട്ട് അറിയുള്ളൂ. അപ്പം ഞാനിനി ലാസ്റ്റ് നമ്മുടെ സിറം പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു സിറത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ആർഗൻ ഓയിൽ ഉണ്ട്, അതുപോലെ അവക്കാഡോ ഓയിൽ, ജോജോബ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒണിയൻ ഓയിൽ, വൈറ്റമിൻ ഇ, പിന്നെ കാപ്രിലിക് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്പാ കിറ്റിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിക്കാം. നോർമൽ നമ്മുടെ സിറങ്ങൾ പോലെ തന്നെയാണ്. ഇതിൻ്റെ മണം ഇതിനങ്ങനൊരു എന്തോ ഒരു മണം തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ളൊരു മണം തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആവാത്ത ഡാം ഹെയറിൽ വേണം നമ്മൾ ഈ ഒരു സിറം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അതിലത് മെയിനായിട്ട് പറയുന്നുണ്ട് അവര്. ഓക്കെ, എനിക്കിപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് അതിലുള്ള ഫുൾ സിറം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇത് വെറുതെ വിടുക ഉണങ്ങാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം.
ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, എന്താണ് നമ്മുടെ മുടി ലാസ്റ്റ് എങ്ങനെ ഉണ്ടാവും കാണാന്നുള്ളത്. ഇപ്പൊ തന്നെ നല്ലൊരു എന്താ പറയാ ഷൈനിങ് ഉണ്ട് കേട്ടോ, കണ്ടോ നല്ലൊരു ഷൈനിങ് ഉണ്ട്. നോക്കാം. ഇപ്പൊ മുടി ജസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്, ഫുള്ളായിട്ട് അങ്ങനെ ഉണങ്ങിയിട്ടില്ല, എന്നാലും കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു എന്താ പറയാ ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഷൈനിങ് ആണ്, അതുപോലെ തന്നെ നല്ല സ്മൂത്തും ആണ്. ഫുള്ളായിട്ട് ഉണങ്ങിയാലാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അറിയുള്ളൂ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക സോഫ്റ്റും അതുപോലെ തന്നെ ഷൈനിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സ്പാ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനിങ് കിട്ടുന്നുണ്ട്, നല്ല സിൽക്കി സോഫ്റ്റ് ഹെയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എൻ്റെ ഹെയറിന് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് പാർലറിലൊക്കെ ചെയ്യുന്ന അതേ സ്പാ പോലെ തന്നെയാണ്, നല്ല എന്താ പറയുക തിക്കും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ആക്ച്വലി എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് തിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനത് വഴിയെ പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെന്തോ നമുക്ക് പാർലറിൽ പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പൊ എന്നെ പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, ഹെയർ സ്പാ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ന്യൂഡിന്റെ ഹെയർ സ്പാ കിറ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എവിടുന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒട്ടും എന്താ പറയാ ഡിസപ്പോയിന്റഡ് ആവില്ല നിങ്ങൾ എന്തായാലും, കാരണം അത്രയും നല്ലൊരു ഹെയർ സ്പാ കിറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് തൊടുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. ഇങ്ങനെ ഫ്രിസി ആയിട്ട് നിൽക്കുന്ന ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഹെയർ, ഷുവർ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. എങ്കിലാണ് നമുക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.